വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി കൂത്തുപറമ്പിലെ അനീഷിനു വേണ്ടത് 40 ലക്ഷം രൂപയാണ്. ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. രോഗം തളർത്തിയത് ഒരു യുവാവിനെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ജീവിതം കൂടിയാണ്. സുമനസ്സുകളുടെ സഹായമാണ് ഈ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ. കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ ആമ്പിലാട് കല്ലുകെട്ടൻ കണ്ടിയിൽ വെള്ളുവ അനീഷാണ് ഗുരുതര വൃക്കരോഗത്തെ തുടർന്ന് 1 വർഷത്തോളമായി ചികിത്സയിൽ കഴിയുന്നത്. വൃക്കകളും തകരാറായതിനാൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഏക പ്രതീക്ഷ. ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയ തുക ചെലവായെന്ന് കൺവീനർ വി പ്രജിത്ത് പറഞ്ഞു. അനീഷ് 2024 ഡിസംബർ 14 കിഡ്നി അസുഖബാധിതനാവുകയും തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും അദ്ദേഹത്തിന് ആദ്യമായി ഡയാലിസിസ് ചെയ്യുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി ഹോസ്പിറ്റലുകൾ കാണിക്കുകയും കിഡ്നി മാറ്റിവെക്കൽ ആണ് ഏറ്റവും ശാശ്വതമായ പരിഹാരമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ജനകീയ കമ്മിറ്റി സ്വരൂപിക്കുകയും അതുപോലെ തന്നെ എല്ലാ നാട്ടുകാരിൽ നിന്നും പണം ശേഖരിച്ചുകൊണ്ടും മറ്റ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും ചലഞ്ചുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടും ഒരു 12 ലക്ഷം രൂപ നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ട്. നമുക്ക് 35 ലക്ഷം രൂപയാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി എന്തെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല. ഇത്ര രൂപ സ്വരൂപിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ നിരവധി ചർച്ചകൾ ചെയ്തുകൊണ്ട് നാട്ടുകാരുടെ അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈ വൈറ്റ് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഈ കമ്മിറ്റിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ആവശ്യമാണെന്ന് ചെയർമാൻ എ പി ശ്യാംജിത്ത് പറഞ്ഞു. നല്ലവരായിട്ടുള്ള മുഴുവൻ ആളുകളും പരമാവധി ഫണ്ട് നമ്മുടെ അനീഷ് ചികിത്സാ സഹായ കമ്മിറ്റിയിലേക്ക് വരികയും അത് തുടർന്നങ്ങോട്ടുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അനീഷിന് വേണം. അനീഷിൻ്റെ കുടുംബം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. 1 വയസ്സുള്ള ചെറിയൊരു മോനും ഒരു പ്രായമുള്ള അമ്മയാണുള്ളത്. അപ്പോൾ എല്ലാവരുടെ നല്ല രീതിയിൽ സഹായം, സാമ്പത്തികമായിട്ട് നല്ല സഹായം എല്ലാവരും സഹായം ചെയ്യണം. അനീഷിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് 101 അംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്ന് ട്രഷറർ UN സത്യചന്ദ്രൻ പറഞ്ഞു. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അവർ ഭാര്യയും പ്രായമായ അമ്മയും ചെറിയൊരു 1 വയസ്സെത്തിയ കുട്ടിയുമാണുള്ളത്. അവൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടുകാർ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കുകയും നാട്ടിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി പൈസ ഒരു 12 ലക്ഷം രൂപ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് ഏകദേശം ഒരു 35 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട്. 2024 ഡയാലിസിസ് ആരംഭിച്ചത്. ഡ്രൈവറായിരുന്ന അനീഷിന്റെ വരുമാനമായിരുന്നു ഭാര്യ രൂപികയും 1 വയസ്സുള്ള കുഞ്ഞും അമ്മയും ഭാര്യയുടെ അമ്മയും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം. രോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ചികിത്സക്കായി ഇതിനോടകം തന്നെ വലിയ തുക ചെലവഴിച്ചതോടെ കുടുംബം കടുത്ത പ്രതിസന്ധിയിലായി. സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ അനീഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും നാട്ടുകാരും. ഓരോ സഹായഹസ്തവും അനീഷിന് പുതുജീവൻ നൽകുമെന്ന വിശ്വാസത്തിലാണ് ഈ കുടുംബം കാത്തിരിക്കുന്നത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്. Walk into the world of elegance. The largest showroom of tiles and sanitary wares. Core Stones. Tiles, sanitary ware. Plumbing hardware. Bathroom fittings. Electricals. Building materials. Marbles. A unique collection of masterpieces. Experience life's journey in luxury. Core Stones, Paripai, Srikandapuram.